ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 3-ാം അംഗത്തിനൊരുങ്ങി ജോയ്സ് ജോർജ്. CPM പാർട്ടി ചിഹ്നത്തിലാണ് ഇത്തവണ ജോയ്സ് മത്സരത്തിനിറങ്ങുന്നത്. ഇടുക്കി ജോയ്സ് ജോർജ് 2014 ഹൈറേഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി LDF പിന്തുണയിൽ മത്സരരംഗത്തെത്തിയ ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി ഇടുക്കിയെ ഇടതുപാളയത്തിൽ എത്തിച്ചു. UDFന്റെ ഉരുക്കുകോട്ടയായ ഇടുക്കിയിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയ്സ് വിജയിച്ച് കയറിയത്. 2019 2-ാം അംഗത്തിൽ ഡീൻ കുര്യാക്കോസിനോട് പരാജയപ്പെട്ടു. ആദ്യ 2 തവണയും LDF പിന്തുണയിൽ സ്വതന്ത്രനായാണ് ജോയ്സ് മത്സരിച്ചത്. ഇത്തവണ CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടാണ് ജോയ്സ് മത്സരത്തിനിറങ്ങുന്നത്. കരുത്തരായ സ്ഥാനാർത്ഥികളുമായാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. LDF ചർച്ച ചെയ്ത് CPIMന് 15 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. CPIക്ക് 4 സീറ്റ്, കേരള കോൺഗ്രസ് എമ്മിന് 1 സീറ്റ്, അങ്ങനെ മൊത്തം 20 സീറ്റ് ആ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. സ്വതന്ത്രമാരില്ല. സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണെന്ന് എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല. ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല. പക്ഷെ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ കുര്യാക്കോസിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. കേരള കോൺഗ്രസ് കൂടി മുന്നണിയിൽ എത്തിയതോടെ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരികെ നേടാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, കമ്പംമെട്ട്.